തലസ്ഥാന നഗരിയിൽ താമര വിരിയിച്ച് ബി.ജെ.പി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുകോട്ട തകർത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി.ജെ.പി. ഭരണം പിടിച്ചെടുത്തു. പന്തളം നഗരസഭ കൈവിട്ടപ്പോൾ പാലക്കാട്, തൃപ്പൂണിത്തുറ നഗരസഭകളിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായും എൻ.ഡി.എ നേട്ടമുണ്ടാക്കി. എൽ.ഡി.എഫിന്റെ കുത്തക തകർത്തുകൊണ്ടായിരുന്നു പലയിടത്തും ബി.ജെ.പിയുടെ മുന്നേറ്റം. ഇടതുപാളയത്തെ ഞെട്ടിക്കുന്നതായിരുന്നു അക്ഷരാർത്ഥത്തിൽ തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം. ചുവപ്പുകോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. താമര വിരിയിച്ചു. കേവല ഭൂരിപക്ഷത്തിന് ഒരു സീറ്റ് മാത്രമകലെ അർദ്ധ സെഞ്ചുറിയോടെ എൻ.ഡി.എ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. മുൻ ഡി.ജി.പി ആർ ശ്രീലേഖ, ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് എന്നിവരടങ്ങുന്ന സ്ഥാനാർത്ഥി നിരകളിൽ ഇടതുപക്ഷം തോൽവി സമ്മതിച്ചു. 51 സീറ്റിൽ നിന്നും 29 സീറ്റിലേക്ക് എൽ.ഡി.എഫിന് അടിവതിരയപ്പോൾ 10 സീറ്റിൽ നിന്നും 19 സീറ്റാക്കി ഉയർത്തി യു.ഡി.എഫ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. സംസ്ഥാനത്തെ എല്ലാ കോർപ്പറേഷനുകളിലും വിജയിച്ച ഡിവിഷനുകളുടെ എണ്ണവും എൻ.ഡി.എക്ക് വർദ്ധിപ്പിക്കാനായി. തദ്ദേശ പോരാട്ടത്തിൽ നഗരസഭകളിലും പഞ്ചായത്തുകളിലും എൻ.ഡി.എ മുന്നേറി. പാലക്കാടും തൃപ്പൂണിത്തുറ നഗരസഭകളിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. അതേസമയം 12 നഗരസഭാ ഭരണം കൈവിട്ടതും ബി.ജെ.പിക്ക് തിരിച്ചടിയായി. സംസ്ഥാനത്താകമാനം ഭരണത്തിലിരുന്ന പഞ്ചായത്തുകളുടെ എണ്ണം 12 നിന്നും ഇത്തവണ 25ആക്കി ഉയർത്തി അടിത്തട്ടിലും ബി.ജെ.പി. നില മെച്ചപ്പെടുത്തി. അഴിമതിരഹിത രാഷ്ട്രീയം, അഴിമതിരഹിത ഭരണമാണ് ജനങ്ങളുടെ ആവശ്യം. അത് അവരുടെ അവകാശമാണ്. അപ്പോൾ ശബരിമല കൊള്ള അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് എൽ.ഡി.എഫ് ചെയ്ത അഴിമതി ഭരണമായിരുന്നു. അതിൻ്റെ റെസ്പോൺസാണ് ഇന്ന് ജനങ്ങൾ തന്നിരിക്കുന്നത്. ഞങ്ങൾക്കും കിട്ടി, അത് യു.ഡി.എഫിനും കിട്ടി. കോർപ്പറേഷനിലും നഗരസഭകളിലും ഇടതുപക്ഷവുമായുള്ള നേർക്കുനേർ പോരാട്ടത്തിലായിരുന്നു ബി.ജെ.പിയുടെ വിജയം. യു.ഡി.എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും ബി.ജെ.പിക്കുണ്ടായ മുന്നേറ്റമാണ് ഇടതുപക്ഷത്തിന് വലിയ ക്ഷീണമായത്. മീഡിയ 1 തിരുവനന്തപുരം.